വരുന്നിടത്തിൽ കൂടെ ഒക്കെ എന്താ പറയുന്നത് പല പല വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രയറി ക്രീക്ക് ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഫ്രീ വേന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം കേട്ടോ. ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രീസിൻ്റെ ഒരു കേന്ദ്രമാണ് റെഡ്വുഡ് നാഷണൽ പാർക്ക്. ഐഷ മോനു വന്നേ. ഒരു മൃഗം ഇവിടത്തെ നാഷണൽ പാർക്കിന്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ എൽക്കുകൾ ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് എങ്ങനെ കാണുന്നല്ലേ, അത്ര അടുത്തുണ്ട്. ഇതാ കിടക്കുന്ന ഒരെണ്ണം. ഇതിന്റെ കഴുത്തിന് ഭയങ്കര വീതിയും കഴുത്തിൽ മുഴുവൻ രോമമാണ് കേട്ടോ. പുല്ലൊക്കെ തിന്ന് വെള്ളം കുടിച്ച് വെയിലത്ത് സുഖിമാന്മാരായിട്ട് നിൽക്കുന്ന എൽക്കുകളെ കാണാം. ഇതിന് വാലിന് നീളം കുറവാട്ടോ അല്ലേ? വാലുണ്ട്. ഒരാൾ എണീക്കുന്നുണ്ട്. വാലില്ലെന്ന് തോന്നല്ലേ? ചെറിയൊരു കുഞ്ഞു വാലുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളുടെ തിരക്കാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ. സിറ്റി ഇല്ല, സ്ട്രേറ്റ് അങ്ങോട്ട് യുറേക്ക റൈറ്റ്. എൽക്ക് പ്രയറി ക്യാമ്പ് ഗ്രൗണ്ട് വിസിറ്റർ സെന്റർ. അങ്ങോട്ടൊക്കെ കുറേ പേര് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വന്നിട്ട് പ്രയറി ക്രീക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബിഗ് ട്രീ എന്ന് കാണുന്നുണ്ട്, പക്ഷേ നമുക്കത് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ നെറ്റില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അമ്മ, എന്ത് വലിയ ക്യാമ്പ് ഫയർ സെൻറ്റർ, റെവലേഷൻ ട്രെയിൽ ഉണ്ടോ. റെഡ്വുഡ് ട്രീസാണ് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രീസിൻ്റെ 50% റെഡ്വുഡ് ട്രീസ് ഇവിടെയാണുള്ളത് കേട്ടോ. ബോട്ടം ഭയങ്കര വീതി, നമ്മൾ സെക്വയിൽ കണ്ട പോലെ ഉള്ള വലുപ്പമുള്ള മരങ്ങൾ. പക്ഷെ സെക്വയുടെ ആ ഒരു ടെക്സ്ചറും ഇതിൻ്റെയും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് രസമെന്ന് പറയുമ്പോൾ ഈ മരമൊക്കെ നേരിട്ട് കാണാനായിട്ട്. പക്ഷെ ഇവിടെ വേറെ യാതൊരു സൗണ്ടും ഇല്ല. അവിടെ ഒരു ഫോറസ്റ്റിലാന്നുള്ളൊരു സൗണ്ടില്ല അല്ലേ?
ഇടയ്ക്ക് ചെറിയ കിളികളുടെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷേ അല്ലാതെ വേറെ യാതൊരു അനക്കവും ഇല്ല. ഈ ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റാണ്. ഹൈറ്റും വണ്ണോ. സെക്വോയിലെന്ന് പറഞ്ഞാൽ വണ്ണമാണ് ഭയങ്കര കൂടുതൽ. ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാം. നിങ്ങളൊരു ഇതെടുക്കണം കേട്ടോ. അപ്പോൾ എന്തൊരു വലിപ്പം ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലായി. പക്ഷേ ഇവിടെ ശരിയില്ല, ഷെയ്ക്കാതെ പിടിക്കട്ടോ. You have to go up. You put, Mom, do this. മനസ്സിലായില്ലേ? ആ നമ്മൾ അവിടെ നിന്ന് വീഡിയോ മാത്രം എടുത്ത് കാണിക്കുമ്പോൾ എന്തൊരു വലിപ്പമുണ്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലായില്ല. ഐശ്വംപോ ഐശ്വംപോ അങ്ങോട്ടേക്ക് വണ്ണം ആള് നോക്കും. അങ്ങോട്ട് പോയി ഇങ്ങനെ നമ്മള് നിന്നിട്ട് നമ്മള് നിന്നിട്ട് പകുതി പോലും എത്തിയിട്ടില്ല കേട്ടോ. ഈ മരം ഒന്നുമല്ല, ഇത് ചെറിയ മരമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ അവിടെ ഒരു വലുതൊക്കെ ഉണ്ട്, ഇവിടെ ഒരു വലുതൊക്കെ ഉണ്ട്. നിൽക്കുന്നതെല്ലാം ഏകദേശം ഈ വലിപ്പമുള്ള മരങ്ങളാണ്. സെക്വയിൽ നിൽക്കുന്ന ഇതിൻ്റെ ഒരു 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ വലിപ്പമുള്ളതുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കണോ ഇത് ചുരുക്കിക്ക്. നമ്മുടെ കയ്യിൽ ഹൈക്ക് ചെയ്യാനുള്ള സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും സ്റ്റിക്കല്ല, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ട്രൈപോഡ് ഒടിഞ്ഞു പോയപ്പോൾ അതിൻ്റെ കാലെടുത്ത് നമ്മൾ കൈ പിടിച്ചേക്കണേ. അത് മടക്കി ചെറുതാക്കി വയ്ക്കുകയും ചെയ്യാം. നമുക്കിങ്ങനെ ഹൈക്ക് പോകുമ്പോൾ ചെറിയൊരു ധൈര്യത്തിന് വയ്ക്കാമല്ലോ. വലിയ ബലമില്ല, എന്നാലും അത്യാവശ്യം ഒരു സേഫ്റ്റി പർപ്പസിന് നമുക്കത് കയ്യിൽ വയ്ക്കാം. നമ്മൾ ട്രെയിൽസിൻ്റെ അകത്തേക്ക് പോവാട്ടോ. നമ്മൾ ജുറാസിക് പാർക്കിലൊക്കെ കാണുന്ന പോലെയുള്ള സ്ഥലമാണ്. മരങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കുന്നു. എവിടെ നിന്നാണ് മോൻ സൗണ്ട് കേട്ട ആൾക്കാരുടെ? നേച്ചർ ട്രെയിൽ സീസണൽ ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയേക്കാം. നമ്മൾ ആദ്യം പിടിച്ചു നോക്കിയ മരത്തിൻ്റെ അത്ര കണ്ടിട്ട് ഇത് അത്രയും അതിൽ ഇത്തിരി കൂടി വലുതാന്ന് തോന്നുന്നു. Hey guys, where are you going? Somewhere. നൈസ്. ഷൂ നനക്കില്ലേ നമ്മള്? ഓരോ റെഡ് ബുട്ടറിയൊക്കെ മറിഞ്ഞ് കിടന്നിട്ട് അത് നശിച്ചു പോയക്കണുണ്ടല്ലേ. നാച്ചുറൽ വാട്ടർ, വെള്ളാരം കല്ലുകൾ. വെള്ളത്തിൽ തൊട്ടാൽ കൈ മുറിഞ്ഞു പോകണ പോലെ വേദന എടുക്കുക. നമുക്ക് വെള്ളത്തിൽ തൊടണ്ട. ഇവിടെ ഈ മരത്തടിയുടെ മുകളിൽ കൂടെ നടന്നു കേട്ടോ അപ്പുറം കിടക്കാൻ. ഒരു ടെമ്പററി ബ്രിഡ്ജാണിത്. ഇവിടെ നമുക്ക് സർക്കാർ പാലമൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ട്രെയിൽസിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ളിടത്തിൽ കൂടെയൊക്കെ നടന്നിട്ടാണ് നമുക്ക് കിടക്കാനായിട്ട്. പക്ഷേ ഇതൊക്കെ ക്രോസ് ചെയ്യുക നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഐഷയൊക്കെ മരത്തിലൂടെ നടന്നു തന്നെയൊക്കെ. പേടിയാണ്ടി പറഞ്ഞാൽ മതി. അതിനെ ഇതാവണ്ടിട്ട് വരണ്ട. ഇവിടെ നിന്നില്ല, ഇനിയിപ്പോൾ കുഴപ്പമില്ല. പതുക്കെ നടന്നു മതി. സ്പീഡ് കൂട്ടണ്ട, പതുക്കെ നടന്നു വന്നാൽ മതി. പതുക്കെ വരാൻ പറ്റൂടി. Yes, you did it. ഇതാട്ടോ നമ്മൾ നിൽക്കുന്ന ലെവല്. ഇവിടുന്ന് അങ്ങോട്ട് പൊക്കത്തിലുള്ള ഫോറസ്റ്റ് കേട്ടോ. അങ്ങോട്ടേക്ക് കുറച്ച് ട്രെയിൽസ് കയറി പോയിട്ടുണ്ട്. ഒരു മരം മറിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണം. നോക്കി അവിടുന്ന് വഴിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. വീതിയുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഭയങ്കര നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേച്ചറിൻ്റെയൊക്കെ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ഒരു ബ്യൂട്ടിയാണ് ഇവിടെ.
നാട്ടിലാണ് ഇങ്ങനെയുള്ള തോടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടടാ കളിക്കാൻ. മോനും ഇവിടെ നമ്മുടെ ഹൈക്കിംഗ് സ്റ്റിക്ക് കുത്തി കളിക്കണം. ഐഷ കൂളായിട്ടായിട്ട് നടക്കണേ. ഐഷ റിയൽ കോതമംഗലംകാരി. അതാണ് ഐഷയ്ക്കൊരു പേടിയില്ലാത്ത. മോനും കണ്ടില്ലേ? അമ്മേ കോതമംഗല ഐഷ. കോതമംഗല ഐഷ. കോതമംഗലം. അമേരിക്കയിലെ കാട്ടിലൂടെ ഹൈക്ക് ചെയ്തു പോകുന്ന ഫാമിലിയെ നിങ്ങൾ കാണൂ. എല്ലാവരും ഒരു ഹായ് പറയൂ. എവിടെ ഇവിടെ വന്നിട്ട് ഒരു കിളിനെ കാണാൻ പറ്റിയാൽ വളരെ നല്ലത്. എവിടെ ഞാൻ കണ്ടില്ല. ഓ വാ പറക്കാൻ പോകുന്നു. ഒരു കിളിയുണ്ട് കേട്ടോ. ഒച്ച ഉണ്ടാക്കാത്ത കിളികളാണ് തന്നെ ഇവിടെ. നല്ല വെള്ള കളറല്ലേ കിളി. ഒന്ന് മിണ്ടു, രണ്ടക്ഷരം മിണ്ടു. ആ വേറെ ഉണ്ട് കേട്ടോ. കുറേ ചമച്ചാമാര് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കണ്ടു. സൈലന്റ് വാലി ആയിരിക്കും ഇത്. ഹൊറർ ഫിലിമിലുള്ള മരങ്ങൾ പോലെ ഉണ്ട്. അത് തന്നെ ഹൊറർ ഫിലിമിലും അതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ ഐഷ എങ്ങോട്ടാ പോണേ? ഐഷ എങ്ങോട്ടാ? ഇങ്ങോട്ടാ. ഇതൊക്കെ എന്ത് രസം നോക്കി. മരത്തിൻ്റെ മേളിൽ മുഴുവൻ പച്ച കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ഇത്ര രസമാണെന്നറിയാം. ആ കമ്പേക്കോടെ പുല്ലുണ്ടായിട്ട് പച്ചപ്പായിട്ട് കിടക്കണ്ട. ചെമ്മരിയാടിൻ്റെയൊക്കെ ബോഡി പോലെ ഇരിക്കുന്നത്. ഒരിക്കലും കളിക്കുന്നതൊക്കെ റോഷ്നി വീഡിയോഗ്രാഫി. നമ്മൾ നിൽക്കുന്നത് ഒരു തിക്ക് ഫോറസ്റ്റിലാണ് കേട്ടോ. ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒന്ന് കാണിച്ചു തരാം. തന്നെയല്ല ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 1 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രി ആ ഒരു തണുപ്പായിരിക്കും. മോളെ വെള്ളത്തിലേക്ക് ഇറങ്ങല്ലേ. പിന്നെ കാലിൽ ആണി കുത്തി കയറണ പോലെ ആയിരിക്കും വേദന തണുത്തിട്ട്. വാ നമുക്ക് പോകാം. വാ. എങ്ങനെ ഷൂ നനയ്ക്കണ്ടാന്നല്ലേ? ഇവിടെ ഇരുട്ടാണ് കേട്ടോ. കാര്യം സമയം ഉച്ചയായെങ്കിലും ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞൊരു വൈകുന്നേരം ആവുന്ന പോലൊരു ഫീലാണ് ഇതിൻ്റെ അകത്ത്. പാർക്കിൽ കളിക്കുന്നു. ഇതല്ലേ വിസിറ്റർ സെൻറ്റർ? അത് എവിടെ ഉണ്ട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ കയറാതെ കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മുടെ പാർക്കിംഗ് അവിടെ ആയിരുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയത്. നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി ബുക്ക് സ്റ്റോർ വിസിറ്റർ സെൻറ്ററൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്താ നമുക്കൊരു ഇൻഫർമേഷൻ കാണാത്തതെന്ന്. നമ്മൾ പോകുമ്പോഴാണെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാതെ. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടക്കാൻ പറ്റില്ലാത്തവർക്ക് പോകാൻ ട്രെയിൽസിൽ പോകാനുള്ള വണ്ടിയുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഓഫീസർ ഒരു ലേഡി പുള്ളിക്കാരി അത് എടുത്തുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. ഞാനിപ്പോൾ കണ്ടായിരുന്നു നടക്കാൻ പറ്റില്ലാത്തൊരു ലേഡി വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരിതെടുക്കുന്നത്. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണ് കാര്യങ്ങൾ. ട്രെയിൽസിൽ പോകുന്നതാകുമ്പോൾ ടയറ് പറ്റില്ല. അതുകൊണ്ട് മറ്റേ JCBയുടെയൊക്കെ ഇത് വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് പോകാനുള്ള വണ്ടിയാണ്. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകട്ടോ.